നമസ്കാരം. ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങൾ വിട്ടുകളയേണ്ടത് എന്താണ് ജീവിതത്തിൽ നിന്നും എന്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കേണ്ടത് എന്നും നമുക്ക് നോക്കാം. കിങ് ഓഫ് കപ്പ് എന്ന കാർഡാണ് ആദ്യത്തെ കാർഡ്. രണ്ടാമത്തത് ദ സ്റ്റാർ എന്നതാണ്. കിങ് ഓഫ് കപ്പ് എന്ന കാർഡ് നിങ്ങളുടെ ആവശ്യമില്ലാത്ത വികാരങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ ചില വികാരങ്ങൾ ഓവറായിട്ട് കാണിക്കുന്നതോ ഒരു ഡ്രാമ എന്ന് പറയുന്ന പോലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടതായ സന്ദർഭങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരെ ചില കാര്യത്തിൽ നിങ്ങൾ പ്രേരിപ്പിക്കുക എന്നതും ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് മറ്റുള്ള വ്യക്തിയുടെ സംയമനം വരെ പ്രകോപിക്കുന്ന തരത്തിലാകുന്ന പോലെ നിങ്ങൾ പെരുമാറേണ്ട അവസരങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ വളരെ വിസ്ഡം ഉള്ള ആളും കാര്യങ്ങളെ യഥാർത്ഥത്തിൽ ആഴത്തിലുള്ള ഭാവനയുള്ള വ്യക്തിയാണെന്നും അറിയാം. ആ ഭാവന നിങ്ങൾക്ക് വേണ്ടി തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരു മാജിക് സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് കാണിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യമില്ലാത്ത ജീവിതത്തിലെ വികാരങ്ങളെ വിട്ടുകളയുക എന്നും നിങ്ങൾക്ക് വാട്ടറായിട്ട് കണക്റ്റ് ചെയ്ത് ഹീലിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുവാനും നിങ്ങളുടെ കൂടുതൽ വെള്ളം കുടിക്കുവാനും അല്ലെങ്കിൽ ശരീരത്തിന് വേണ്ടിയും മാനസിക ഇതിനു വേണ്ടി വാട്ടർ ഹീലിംഗ് നടത്തുന്നത് നല്ലതായി ഇവിടെ കാണുന്നു. ഇനി നിങ്ങൾ ആകർഷിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ദ സ്റ്റാർ എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷകളെ പൂർത്തീകരിക്കുന്നു എന്നും അതിന് പറ്റിയ അവസരങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഘാതകരമായ ചില സംഭവങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു പുതിയ അവസരം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്ന് കാണുന്നു. സ്വയം ശരിയായ പാതയിലാണ് ഇപ്പോഴുള്ളത് എന്ന് തിരിച്ചറിയുക. ഒരു അത്ഭുതം തന്നെയാണ് ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാനുള്ളത്. അതേപോലത്തെ ഒരു അത്ഭുതം യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് വരുന്നു എന്ന് കാണുന്നു. ഇവിടെ ഈ പെൺകുട്ടി യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് ഈ ചരട് വിട്ടതിൽ അതൊരു പ്രകാശത്തോടു കൂടി ആ കുട്ടിക്ക് ഒരു അനുഗ്രഹമായി തിരിച്ചു വരുന്നത് കാണുന്നു. അതേപോലെ യൂണിവേഴ്സിനെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം തന്നെ സംഭവിക്കും എന്ന് പറയുവാൻ സാധിക്കും. നന്ദി, നമസ്കാരം.